കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ കുറ്റപത്രത്തിനെതിരെ കുടുംബം നൽകിയ ഹർജിയെ എതിർത്ത പി ദിവ്യ. ഹർജിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കില്ല എന്നാണ് വാദം. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, പി ദിവ്യ എവിടെ വാദമുയർത്തിയെന്നാണ്? സ്മൃതി, അതായത് ഇന്ന് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കുടുംബത്തിൻ്റെ ഹർജി പരിഗണിച്ചിരുന്നു. ആ വേളയിലാണ് പി ദിവ്യയുടെ അഭിഭാഷകൻ ഇത്തരമൊരു വാദം മുന്നോട്ട് വെച്ചത്. ഈ അന്വേഷണത്തിൽ കുറ്റപത്രത്തിൽ ഒരുപാട് പഴുതുകളുണ്ട്. പ്രതിക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള പഴുതുകൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു കുടുംബം ഹർജിയുടെ ഭാഗമായി ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ പ്രതിഭാഗം അഭിഭാഷകൻ പി ദിവ്യയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്, ഇനി പുതുതായുള്ള തെളിവുകൾ കണ്ടെത്താനില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുള്ളതാണ്. തുടരന്വേഷണം എന്ന ആവശ്യത്തിനായി, അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം അത് നിലനിൽക്കാത്ത ഒരു ആവശ്യമാണ്. ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രം സമർപ്പിച്ചിട്ടുള്ള ഒരു ഹർജിയാണ് എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ ചൂണ്ടിക്കാണിച്ചത്. കോടതിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ പ്രോസിക്യൂഷനോട് വിശദീകരണം ചോദിച്ചു. എല്ലാ കാര്യങ്ങളും ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് നേരത്തെ തന്നെ CCTVകളും അതുപോലെ തന്നെ മറ്റ് ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും പ്രിസർവ് ചെയ്ത് സംരക്ഷിക്കണമെന്നുള്ള ആവശ്യം പ്രതിഭാഗവും അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവും ആവശ്യപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ അത്തരം തെളിവുകളെല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മറുപടിയാണ് പ്രോസിക്യൂഷൻ നൽകിയത്. എന്നാൽ ഈ കേസിൻ്റെ ഭാഗമായി ഈ കുടുംബത്തിൻ്റെ വാദം കേൾക്കുന്നതിന് വേണ്ടി 23-ാം തീയതിയിലേക്ക്, അതായത് അടുത്ത ശനിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. 23-ാം തീയതിയായിരിക്കും ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ വാദം കോടതി കേൾക്കുക. അതിനുശേഷമായിരിക്കും ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സ്മൃതി, ശരി. പി ദിവ്യ ഹർജി എതിർക്കുകയാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തെ ഹർജിയെ എതിർത്തുകൊണ്ട് കോടതിയിൽ വാദിക്കുകയാണ് ദിവ്യയുടെ അഭിഭാഷകൻ.